ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിലേക്ക് പോവുകയാണ്. ഈ കൊലക്കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ നടപടി സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഒരു നിയമപരമായ ഒരു ആവശ്യം. ആ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ അന്തരിച്ച CPM നേതാവ് P.K. കുഞ്ഞനന്തൻ്റെ ഭാര്യ വി ശാന്തയാണ്. വി ശാന്ത സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നു. ആ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേസിൽ കുഞ്ഞനന്തൻ കുറ്റക്കാരനാണ് എന്ന ഹൈക്കോടതി വിധിക്ക് എതിരെയാണ് ശാന്ത സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നതാണ്. കുഞ്ഞനന്തന് 1 ലക്ഷം രൂപ പിഴ വിചാരണ കോടതി വിധിച്ചിരുന്ന കാര്യം ഓർക്കുക. കുഞ്ഞനന്തൻ മരിച്ചതിനാൽ ഈ തുക ശാന്ത നൽകണം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഹർജിയിൽ ശാന്ത ഇപ്പോൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ടി.പി. കൊലക്കേസിൽ 13ാം പ്രതിയായിരുന്നു P.K. കുഞ്ഞനന്തൻ. ആ P.K. കുഞ്ഞനന്തന് വിചാരണ കോടതി അന്ന് വിധിച്ചത് ജീവപര്യന്തം തടവ് ശിക്ഷയാണ്, ഒപ്പം 1 ലക്ഷം രൂപ പിഴയുമാണ്. ഈ പിഴ അടയ്ക്കാത്ത പശ്ചാത്തലത്തിൽ 2 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും വിചാരണ കോടതി ഉത്തരവിട്ടിരുന്ന കാര്യം ഓർക്കുക. വിചാരണ കോടതിയുടെ വിധിക്കെതിരായ അപ്പീൽ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലായിരുന്ന 2020 അന്നാണ് P.K. കുഞ്ഞനന്തൻ മരിച്ചത്. തുടർന്ന് കേസിൽ കുഞ്ഞനന്തൻ്റെ ഭാര്യ VP ശാന്തയെ ഹൈക്കോടതി കക്ഷി ചേർത്തിരുന്ന കാര്യവും ഓർക്കുക. കുഞ്ഞനന്തൻ മരിച്ചുവെങ്കിലും അദ്ദേഹം ടി.പി. കൊലക്കേസിൽ കുറ്റക്കാരനാണ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വിചാരണ കോടതി വിധിച്ച പിഴ ശാന്ത നൽകണമെന്നും ഹൈക്കോടതി അന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഈ ഉത്തരവിനെതിരെയാണ് ശാന്ത ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്, ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. കേസിൽ കുഞ്ഞനന്തൻ നിരപരാധിയാണ്, കുറ്റക്കാരനാണ് എന്ന ഹൈക്കോടതിയുടെ കണ്ടെത്തൽ റദ്ദാക്കണം. അഭിഭാഷകനായ G. പ്രകാശ് മുഖേനയാണ് ഈ രീതിയിലുള്ള ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്.